റോമർ 3-4 നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇനി 5, 6, 7, 8 ഇതിലെല്ലാം പറയുന്നത് ദൈവനീതിയെക്കുറിച്ച് തന്നെയാണ്. അതിൻ്റെ വിശദാംശമാണ്. എന്നാൽ അതിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് നമുക്ക് വീണ്ടും മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷത്തിൽ ഈശോ ദൈവനീതിയെക്കുറിച്ച് പറയുന്നതും ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തർക്ക വിഷയം ഇതായിരുന്നു. എന്നാൽ ഈശോ വളരെ വിസ്മരണീയമായ രീതിയിൽ അവിടെ വേറൊരു കാര്യം ഇപ്പോൾ പറയാൻ തോന്നാണ്, അതും കൂടി ഒന്ന് പറയാം. നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 10 മുതലുള്ള വചനം ഒന്ന് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 10 മുതലുള്ള വചനത്തിൽ പറയുന്നത് ഈശോയുടെയും ഈ ഉപമകളാണ്. ഒന്ന്, വെതക്കാരൻ്റെ ഉപമ ഈശോ പറഞ്ഞതിന് ശേഷം അപ്പസ്തോലന്മാരും മറ്റു ശിഷ്യരും യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്തിനാണ് ഈ ഉപമകളെക്കുറിച്ച് പറയുന്നത്? എന്തുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ ഉപമകളിലൂടെ പറയുന്നത്? എല്ലാവരും വായിക്കാം. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. എല്ലാവരും ഉറക്കെ വായിക്കണം. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർ ആകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. അങ്ങനെ എന്നല്ലേ എഴുതിയേക്കണേ? ഒരു സംശയമില്ലേ? ഇല്ലേ? ഇതൊരു വായിച്ചു നോക്കിയേ. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. പെട്ടെന്ന് തോന്നുന്നത് എന്തോ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് അവിടെ ഉള്ള മാതിരി തോന്നില്ലേ? സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്നൊക്കെ പറയാറുമായില്ലേ? എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ നമ്മളെങ്ങനെ ഇത് മനസ്സിലാക്കും? അവർ എന്തുകൊണ്ടാണ് ഉപമകളിലൂടെ സംസാരിച്ചത്? അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും. ആരെ കണ്ടിട്ട്? കർത്താവ് ശംസിയായ. കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും. എന്ത് കേട്ടിട്ടും? ഈ സുവിശേഷം. അങ്ങനെ അവർ മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? ആദ്യം നിങ്ങൾ സ്വർഗരാജ്യവും ദൈവത്തിൻ്റെ നീതിയും മനസ്സിലാക്കുവിൻ, അപ്പോൾ ഇതെല്ലാം മനസ്സിലാവും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ശ്രദ്ധിച്ചോ? എന്താ ഇതിൻ്റെ അർത്ഥം? അങ്ങനെ അവർ മോചനം പ്രാപിക്കാതിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. കാരണം നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് വെളിപ്പെട്ടിരിക്കുന്നത്, മറ്റുള്ളവർക്ക് എല്ലാം ഉപമകളിലൂടെ. അപ്പം ഇതാണ് നമ്മൾ ബൈബിളിലെ ഓരോ വചനവും വായിക്കുമ്പോൾ അത് ഏത് കാലഘട്ടത്തിൽ എന്ത് കാരണം കൊണ്ട് ആർക്ക് വേണ്ടി എന്നുള്ളതെല്ലാം മനസ്സിലാക്കണം. ബൈബിള് പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പറഞ്ഞാൽ പോരാ. എന്താണ് ഇതിൻ്റെ അർത്ഥമാണോ പറയണേ? എന്നാൽ ഒന്ന് പരിശ്രമിച്ച് നോക്ക്. എന്താ ഇതിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് അവർ അങ്ങനെ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനാണ്?
അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കേണ്ടതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാട്ടെ. ആ സമയത്ത് ദൈവരാജ്യം സംജാതമായിട്ടില്ല. ഒരു സൂചന വന്നിട്ടുണ്ട്, കുറച്ചുകൂടി വിശദമാക്കാം. യേശുവിൻ്റെ രക്ഷാകരകൃത്യം നടന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും രക്ഷിക്കപ്പെടുക? യേശുവിലൂടെയാണ്, ഇല്ലേ? പക്ഷെ എപ്പോഴാണ്, എങ്ങനെയാണ് യേശുവിലൂടെ രക്ഷിക്കപ്പെടുക? യേശു കുരിശുമരണവും ഉത്ഥാനവും കഴിഞ്ഞാലേ എല്ലാവരും രക്ഷിക്കപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ പരസ്യ പ്രഘോഷണത്തിലൂടെ അല്ല രക്ഷ. പരസ്യ പ്രഘോഷണത്തിലൂടെ ആ രക്ഷയുടെ രഹസ്യങ്ങൾ ഒരു വിത്ത് പോലെ ആകുന്നു എന്ന്. രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ കുരിശിൽ യേശു ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ രക്ഷ കിട്ടൂ. അതിനു മുൻപ് എല്ലാവരും കൂടി യേശുവിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ രക്ഷ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. എന്നാൽ ചിലർക്കൊക്കെ ഞാൻ നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പാപം ക്ഷമിച്ചിരിക്കുന്നു എന്നത് രക്ഷയുടെ പൂർണ്ണതയല്ല. രക്ഷയുടെ പൂർണ്ണതയ്ക്ക് കുറേ കാര്യങ്ങൾ കൂടി വേണം. അപ്പോൾ ഈശോ പരസ്യപ്രഘോഷം നടത്തുമ്പോൾ ആരും അറിയരുത് ഞാനാണ് മിശിഹ എന്ന് ആരും അറിയരുതെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈശോ പ്രഘോഷിച്ചിരുന്നത്. അതുകൊണ്ടാണ് എല്ലാ ഉപമകളിലൂടെ പറഞ്ഞത്. എന്തിനാണ്? അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം. പണി മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒരു വാക്ക് അവിടെ ചേർക്കാം. അവർ ഇപ്പോൾ കണ്ടിട്ട് കാണാതിരിക്കുന്നതിനും അവർ ഇപ്പോൾ കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നതിനും ഇപ്പോൾ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കട്ടെ. പക്ഷേ യേശുവിൻ്റെ പീഠാനുഭവവും മരണവും ഉയർപ്പും കഴിഞ്ഞു കഴിയുമ്പോൾ ഇവരിൽ പാകിയിരിക്കുന്ന ഈ വിത്ത് മുളച്ച് വലുതായി അവർക്കെല്ലാം മനസ്സിലാവും. അപ്പോഴാണ് അന്ന് വന്ന പ്രസംഗിച്ച് യേശു ആയിരുന്നോ ഈ രക്ഷകൻ? അങ്ങനെ ഞാൻ മുഖാമുഖം കണ്ടു. ഒരാൾ അങ്ങനെ എന്നെ സുഖപ്പെടുത്തി. അന്നേ അവർക്ക് മനസ്സിലാകാൻ പാടുള്ളൂ. അതിനു മുമ്പ് അവർ മനസ്സിലാകരുത്. എന്താ അതിൻ്റെ അർത്ഥം? ഒന്ന്, അവർക്ക് രക്ഷാകര പദ്ധതിയുടെ പീഠാനുഭവവും മരണവും ഇല്ലാതെ ഈശോയ്ക്ക് മാനസാന്തരം കൊടുക്കാൻ പറ്റില്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പൂർണ്ണമായ ഒരു രൂപാന്തരീകരണം കൊടുക്കാൻ പറ്റില്ല. അതാണ് പരസ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ നിഗൂഢാത്മകതയിൽ ഒന്നിതാണ്. മറ്റൊരു സ്ഥലത്ത് ഈശോ ചെന്നിട്ട് പറഞ്ഞു, എന്താ ആളുകൾ എന്നെക്കുറിച്ച് പറയണേ? അപ്പസ്തോലന്മാർ കൂടിയിരിക്കണ നേരത്ത് പറഞ്ഞു, ആളുകൾ എന്താണ് എന്നെക്കുറിച്ച് പറയണേ? അവർ പറഞ്ഞു, എല്ലാവരും വലിയ മതിപ്പാണ് അങ്ങയെക്കുറിച്ച്. ചിലർ പറയുന്നു ജെറമ്യായാണ് അങ്ങ്, ചിലർ പറയുന്നു അങ്ങ് വലിയൊരു പ്രവാചകനാണ്, ഏലിയായാണ്, ചിലർ പറയുന്നു ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ മൗന്താന് ഉയർത്തെഴുന്നേറ്റവനാണ്. അപ്പോൾ ഈശോ നോക്കുമ്പോൾ ആരും പറയുന്നില്ല അങ്ങ് മിശിഹായാണെന്ന്, അല്ലേ? മിശിഹായാണെന്ന് ആരും പറയുന്നില്ല. സന്തോഷമായി. ആർക്കും അറിഞ്ഞൂടാ ഇപ്പോഴും ഞാൻ ആരാണ്. എന്നിട്ട് ഈശോ അപ്പസ്തോലന്മാരോട് ചോദിച്ചു, നിങ്ങളെന്താ പറയണേ? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പെട്ടെന്ന് അവരും തപ്പാൻ തുടങ്ങി ഈശോടെ. അപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായ.
അപ്പോൾ ഉടനെ തന്നെ ഈശോ പറഞ്ഞു, യോനായുടെ പുത്രനായ ശിമയോനേ, ഇത് നീ അല്ല പറയണേ, നിന്റെ ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് മനസ്സിലാക്കി തന്നത്, ഇതിപ്പോൾ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിവ് തന്നതാണ്, വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടെന്നാൽ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും, നരക കവാടങ്ങൾ അതിന് ബലപ്പെടുകയില്ല. നീ അനുഗ്രഹീതൻ, നിനക്ക് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ നിന്റെ കയ്യിലേൽപ്പിക്കും. സന്തോഷമായി. എന്നിട്ട് ഈശോ എന്ത് പറഞ്ഞറിയാമോ? നിങ്ങളിത് ആരോടും പറയരുത്, കാരണം എനിക്ക് ജെറുസലേമിലേക്ക് പോകണം, പ്രധാന പുരോഹിതന്മാരും പ്രീശന്മാരാലും ഞാൻ പീഡിപ്പിക്കപ്പെടണം, അവർ എന്നെ പാപികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും, അവർ എൻ്റെ മുഖത്തടിക്കും, കാർപ്പിച്ചു തുപ്പും, എന്നെ കുരിശിൽ തറച്ച് എന്നെ വധിക്കും, എന്നാൽ 3-ാം ദിവസം ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങ് പോകണ്ട അങ്ങോട്ടേക്ക്. പത്രോസിൻ്റെ സ്നേഹം കൊണ്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങ് പോകണ്ട. അല്പം മുമ്പ് നീ അനുഗ്രഹീതൻ എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് കർത്താവ് പറഞ്ഞു, സാത്താനെ പുറകെ പോവൂ, നീ എൻ്റെ പുറകെ പോവൂ, നീ എൻ്റെ മുന്നിൽ വരില്ലേ, നീ എനിക്ക് ഒരു പ്രതിബന്ധമാണ്, നിന്റെ ചിന്തകൾ മാനുഷികമാണ്, ദൈവികമല്ല. മനുഷ്യൻ പിന്നെ എങ്ങനെ ചിന്തിക്കണേ? ഉണ്ടോ? മനുഷ്യൻ എങ്ങനെ ചിന്തിക്കണ്ടേ? ദൈവികമായിട്ട് ചിന്തിക്കണം. അപ്പോൾ ഇവിടെ ഒരാൾ ഇതറിഞ്ഞു. ആര്? ശിമയോൻ പത്രോസ്. ഈ അറിഞ്ഞ ആൾ തന്നെ ഈശോയുടെ പീഠാനുഭവത്തിനെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഇത്രയും ദൈവിക വെളിപാട് കിട്ടിയതിന് ശേഷവും പത്രോസ് ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ ആ രഹസ്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അന്നത് വെളിപാട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ജനങ്ങളെല്ലാം അറിയുകയാണ് ഈശോയാണ് മിശിഹ എന്നും, ഈശോയെ അവർ കൊണ്ടുപോയി ഇപ്പോൾ കൊല്ലാൻ പോകാണെന്ന് അവരറിഞ്ഞാൽ അവരെല്ലാവരും കൂടി അവർ ധർണ നടത്തില്ലേ, ഞങ്ങളുടെ ഈശോനെ തൊട്ടു പോകരുത് പറഞ്ഞുകൊണ്ട്. അതായിരുന്നു പ്രധാന ഉദ്ദേശം. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഈ പീഠാനുഭവത്തിൻ്റെ ആ ദൈവിക പദ്ധതിക്ക് അവർ തടസ്സമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒളിഞ്ഞു നടന്നിരുന്നു യേശു. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. അവൻ തനിച്ചായപ്പോൾ 12 പേരും മറ്റു ശിഷ്യന്മാരും വന്ന് അവനോട് ഉപമകളെക്കുറിച്ച് ചോദിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്, പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ദൈവിക രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ, ദൈവിക രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. എല്ലാവരും ഒന്ന് ശബ്ദമുയർത്തുന്ന പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കും. ഞാനൊരു 2 മിനിറ്റ്